KSU പ്രതിഷേധത്തിനിടെ വളരെ ഗുരുതരമായിട്ടാണ് പരിക്കേറ്റ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഏതായാലും ഇന്ന് രാവിലെ അറിഞ്ഞത് മന്ത്രി വീണ ജോർജ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തലസ്ഥാന നഗരിയിലോട്ട് മന്ത്രി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ആണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുകൂടിയാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ ചർച്ചയാകുന്നത് ഇത്രയും അത്യാസന്ന നിലയിൽ പ്രവേശിപ്പിച്ച മന്ത്രി അവിടെ ആശുപത്രിയിലുള്ള നഴ്സുമാരുടെ കൂടെയൊക്കെ തന്നെ വളരെ ചിരിച്ച് കളിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഒരു സെൽഫി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് മന്ത്രിയുടെ ആ ഒരു സെൽഫി ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനൊപ്പം സെൽഫി എടുത്തതിൽ വിശദീകരണവുമായി നഴ്സ് സ്മിത PS രംഗത്ത് വരികയാണ്. നഴ്സായിട്ടുള്ള സ്മിത PS തൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ആ ഫോട്ടോ പങ്കുവയ്ക്കുകയോ ചെയ്തിരിക്കുന്നത്. ഏതായാലും താൻ എന്തുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ പങ്കുവെച്ചത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സെൽഫി എടുത്തത് എന്നുള്ളതിനൊരു വിശദീകരണമാണ് ഇപ്പോൾ നഴ്സ് നൽകുന്നത്. മന്ത്രിയുടെ മാനസിക വിഷമം മാറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഫോട്ടോ എടുത്തതെന്നാണ് സ്മിത പറയുന്നത്. നേരത്തെ ICUവിൽ വെച്ച് മന്ത്രിക്കൊപ്പം സെൽഫി എടുത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. കാരണം അത്തരത്തിൽ വഴിവെക്കാനുള്ള കാരണം എന്താണെന്ന് കൂടി ഈ പറയുന്ന നേഴ്സ് ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. കാരണം അതീവ ഗുരുതരമായിട്ട് ഈ പറഞ്ഞതുപോലെ മാരകായുധവുമായിട്ട് മന്ത്രിയുടെ കഴുത്തിനെ ലക്ഷ്യം വെച്ച് ഗുരുതരമായിട്ടാണ് KSU നേതാക്കൾ പരിക്കേൽപ്പിച്ചു എന്നാണ് FIR അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും അത്യാസന്ന നിലയിലാണ് മന്ത്രിയെ കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ച് ഒരു മന്ത്രിക്ക് എങ്ങനെ സെൽഫി എടുത്തിടാൻ സാധിക്കുമെന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അത് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ജനം കയറി അതിന് കമൻ്റ് ഇടുകയും അല്ലാതെ അതൊരു ചർച്ചാ വിഷയമാക്കുകയല്ല ചെയ്തിരിക്കുന്നത്. KSU യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ ഈ നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. മന്ത്രി ഗുരുതരമായ ശാരീരിക അവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നതിനിടെ ഇത്തരത്തിൽ സെൽഫി എടുത്തത് അനാവശ്യമാണെന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഈ വിമർശനങ്ങളെ സ്മിത തള്ളിക്കളയുകയാണ്. മന്ത്രിയുമായി തനിക്ക് വർഷങ്ങളായുള്ള ബന്ധമുണ്ടെന്നും അവർക്ക് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമായിട്ടാണ് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചതെന്നും സ്മിത തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഇതിലൂടെ മന്ത്രിക്ക് ലഭിക്കുന്ന സന്തോഷം തനിക്ക് വലിയ കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ആഹാരം കൊടുത്തതിന് ശേഷം കിടത്തുന്നതിന് മുൻപാണ് സെൽഫി എടുത്തതെന്നും അവർ വിശദീകരിച്ചു. ഞങ്ങൾ ICUവിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മിനിസ്റ്ററോട് ചോദിച്ചു. മിനിസ്റ്റർ ആകട്ടെ എന്ന് പറഞ്ഞു. മിനിസ്റ്റർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന, ശരീരത്തിനേറ്റ ക്ഷതം ഇവയൊക്കെ നേരിൽ കാണുന്നത് ഞങ്ങൾ പ്രിയപ്പെട്ട മിനിസ്റ്ററോട് പറഞ്ഞു. ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. മിനിസ്റ്ററെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ അങ്ങനെ എടുത്തതാണെന്ന് സ്മിത ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പ് ഇങ്ങനെയാണ്: എത്ര ക്രൂരമാണ് ഈ ലോകം. ഇന്നലെ രാത്രിയാണ് പ്രിയപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് വിദഗ്ധ പരിശോധനയ്ക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. MRI സ്കാൻ രാത്രി തന്നെ ചെയ്തു. കടുത്ത കഴുത്ത് വേദന, ഉയർന്ന രക്തസമ്മർദ്ദം. രാത്രിയിൽ മിനിസ്റ്റർ ഭക്ഷണം കഴിച്ചില്ല. ഉറങ്ങിയത് 2 മണിക്കൂർ. കടുത്ത ശരീരവേദനയ്ക്കൊപ്പം മിനിസ്റ്റർ മാനസികമായി ഏറെ വിഷമം അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രാവിലെ ഈ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ച് ഒരു ഇഡലി കഴിപ്പിച്ചു. ആഹാരം കൊടുത്തതിന് ശേഷം കിടത്തുന്നതിന് മുൻപ് ഞങ്ങൾ ICUവിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മിനിസ്റ്ററോട് ചോദിച്ചു. മിനിസ്റ്റർ ആകട്ടെ എന്ന് പറഞ്ഞു. മിനിസ്റ്റർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന, ശരീരത്തിനേറ്റ ക്ഷതം ഇവയൊക്കെ നേരിൽ കാണുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട മിനിസ്റ്ററോട് പറഞ്ഞു. ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. മിനിസ്റ്ററെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ അങ്ങനെ എടുത്തതാണ്. എൻ്റെ ഉൾപ്പെടെ പിന്തുണ അറിയിക്കൽ കൂടിയാണത്. മന്ത്രി എന്നതിനപ്പുറം സഹോദര തുല്യമാണ് ഞങ്ങളോട് ഇടപെട്ടത്. ഞങ്ങൾക്കും കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ മിനിസ്റ്ററോട് അത്രയും അടുപ്പമുണ്ടായി. അതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുത്തത്. മിനിസ്റ്റർ അഭിനയിച്ചു, നാടകം കളിച്ചു എന്ന പ്രചാരണം മനുഷ്യത്വമില്ലായ്മയാണ്. മിനിസ്റ്റർക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചാരണങ്ങളിൽ അസത്യം ഞങ്ങൾ നേരിട്ട് തിരിച്ചറിയുന്നു. ആക്ഷേപിക്കുന്നവരോട് മന്ത്രി കാനുല ഇട്ടിട്ടുണ്ട്, ഭക്ഷണ സമയം ഡിസ്കണക്ട് ചെയ്തതാണ്, സൂചി ഇട്ടിട്ടുണ്ട്, മുൻപ് ഇട്ടെടുത്ത് നിറമാറ്റം ഉണ്ടായതുകൊണ്ട്
കൈത്തണ്ടയുടെ ലോവർ ഭാഗത്താണ് ഇട്ടത് എന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ICUയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗിയുടെ കയ്യിൽ സാധാരണ കാണുന്നതാണ് കാനുല, പക്ഷെ അത് കണ്ടില്ല എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാനുല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഊരി മാറ്റിയതാണ് എന്നുള്ള വിശദീകരണം കൂടി നഴ്സ് ഈ പോസ്റ്റിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ആ സെൽഫിയും ഈ പോസ്റ്റും ഒക്കെ തന്നെ വളരെ വേഗത്തിലാണ് ജനം കണ്ടത്. അതിന് താഴെയും കമൻ്റ് ഇട്ടത്. ഇപ്പോൾ ഇതിന് താഴെയും ഭയങ്കരമായിട്ട് വിമർശന കമൻറ്റുകളാണ് വരുന്നത്. ചില കമൻറ്റ്സ് വായിക്കാം. മിനിസ്റ്റർക്ക് ഇഡലി സ്പൂണിൽ വായിൽ വെച്ച് വാരി കൊടുക്കുകയായിരുന്നു. ഒരു ഇഡലി കഴിക്കാൻ കാനുല മറ്റുള്ള പേഷ്യൻറ്റിനെ ഊരിപ്പിക്കുമോ? ഇത്രയും വേദന അനുഭവിക്കുന്ന മന്ത്രിക്കൊപ്പം ആ വേളയിൽ സെൽഫി എടുക്കാൻ തോന്നിയ താങ്കളുടെയും കൂട്ടരുടെയും ആ മനസ്സ്, ഒപ്പം കടുത്ത വേദനയിലും സെൽഫി എടുക്കാൻ അനുവദിച്ച മന്ത്രിയുടെ മനസ്സും ആരും കാണാതെ പോവരുത്. ഇപ്പോൾ ക്യാപ്സ്യൂൾ വിതരണം AKG സെന്ററിൽ നിന്നും ഇറക്കുന്നില്ലേ? മെഡിക്കൽ കോളേജുകൾ വഴി തേനിൽ മുക്കിയാണല്ലോ വിതരണം ചെയ്യുന്നത്. ആശാന് അടുപ്പിലുമാവാലോ. ഇതാണ് മറ്റൊരു കമന്റ്. ICUവിൽ അത്യാസന്ന നിലയിലാണെന്ന് പറഞ്ഞു കിടക്കുന്ന രോഗിയോട് സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുക, രോഗിയുടെ ആശുപത്രി കിടക്കയിലെ ഫോട്ടോ പ്രചരിപ്പിക്കുക, രോഗമുണ്ടെന്ന് പറയപ്പെടുന്ന കൈയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ മെഡിക്കൽ എത്തിക്സിനെതിരാണ്. നിങ്ങൾക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടതാണ്. ഇതാണ് മറ്റൊരു കമന്റ്. ഏതായാലും ഈ പോസ്റ്റിന് താഴെയും നിരവധി ആളുകളാണ് വിമർശന കമന്റുമായി രംഗത്ത് വരുന്നത്. അതേസമയം വീണ ജോർജ് ഇന്ന് പുലർച്ചെ ആശുപത്രി വിട്ടു. കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ റോഡ് മാർഗം മന്ത്രി തലസ്ഥാനത്തേക്ക് തിരിക്കുകയായിരുന്നു. തുടർ ചികിത്സകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കും. ഇന്നലെ രാത്രിയിൽ ഓൺലൈനായി ചേർന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ വിലയിരുത്തിയത്. ഇതിന് പിന്നാലെ മന്ത്രിയും ഡിസ്ചാർജ് ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 25-ന് വൈകിട്ടാണ് മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വൈകിട്ട് 3:30-യോടെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായത്. KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേൽക്കുകയായിരുന്നു. തുടർന്ന് ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രിയെ പിന്നീട് പരിയാരത്തേക്ക് മാറ്റിയിരുന്നു. പല സൈഡിൽ നിന്നും മന്ത്രിയുടെ ഇതെല്ലാം തന്നെ വളരെ നാടകമാണ്. ഇപ്പോഴും മന്ത്രിയെ KSUകാർ നേരിട്ട് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നൊക്കെ വിമർശനം ഉയരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ ICUവിലുള്ള നഴ്സുമാരുടെ കൂടെ വളരെ ചിരിച്ച് ഇത്രയും ഗുരുതരമായി കിടക്കുകയാണ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു സെൽഫി പുറത്തു വരുന്നത് വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്.